കൃഷ്ണകുമാർ കൂടി ബിജെപിയുടെ അസാമാന്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളോട് ആദ്യം നന്ദി പറയുന്നു, പ്രവർത്തകരോട് നന്ദി പറയുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ മാറ്റത്തിനുള്ളൊരു വോട്ടാണ്. വികസിത കേരളം എന്ന് പറഞ്ഞൊരു വികസന രേഖ കാണിക്കുമ്പോൾ അതിനായിട്ട് അതിൽ വിശ്വാസം അർപ്പിച്ച്, കാരണം തിരുവനന്തപുരം നന്നായേ പറ്റുമെന്ന് എല്ലാവർക്കും തോന്നി. അതുകൊണ്ടാണ് ഒരു ഉജ്ജ്വല വിജയം നേടിയിരിക്കുന്നത്. അതിനകത്ത് എന്റെ ഒരു ഭാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും ഇതിന്റെ ഭാഗമായിട്ട് അത് ശക്തമായിട്ട് വർക്ക് ചെയ്യാൻ കഴിഞ്ഞു. അതിന്റെ അവസരം പാർട്ടി തന്നു. പ്രത്യേകിച്ച് വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ തന്നെ നമുക്ക് എന്റെ അറിവ് ശരിയാണെങ്കിൽ 3-4 കൌൺസിലേഴ്സ് നമുക്ക് കൂടുതൽ കിട്ടിക്കഴിഞ്ഞു. അതുകൊണ്ട് ഈ ചരിത്ര വിജയത്തിന്റെ ഭാഗമായി എനിക്കും കഴിഞ്ഞു. പാർട്ടിയുടെ ശക്തമായ പിന്തുണ ഇതിപ്പോ പറഞ്ഞതുപോലെ ശ്രീ രാജീവ്ജി അകത്തുണ്ട്. വരുന്ന പോലെ 45 ദിവസത്തിനകത്ത് പ്രധാനമന്ത്രി വന്ന് പുതിയൊരു വികസന രേഖ തന്നെ ഇവിടെ പുറത്തിറക്കട്ടെ. അപ്പൊ ഈ നിയമസഭയുടെ ഒരു സെമി ഫൈനലാകും എന്ന് ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോക്സഭ കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഏകദേശം രൂപം ഉണ്ടായിരുന്നു. നമുക്ക് തിരുവനന്തപുരത്ത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാകുന്നത്. അപ്പോ ഇത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു സെമി ഫൈനലിലെ ഒരു ദിശ, ഒരു ഡയറക്ഷൻ ബോർഡ് തന്നെയാണ്. എന്തായാലും ശശി തരൂരിന്റെ ട്വീറ്റ് വന്നിരിക്കുന്നത് UDFന്റെ ചരിത്ര വിജയത്തിനൊപ്പം, അത് അഭിനന്ദിച്ചുകൊണ്ടുള്ള ചരിത്ര വിജയത്തിനൊപ്പം തിരുവനന്തപുരത്ത് ഹിസ്റ്റോറിക്കൽ പെർഫോമൻസ് നടത്തി BJP എന്നുള്ളതാണ്. BJPയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഇത് വലിയ മാറ്റമുണ്ടാക്കുന്നു എന്നുള്ള ഒരു വാക്ക് അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. BJPയുടെ വിജയത്തെ റെസ്പെക്ട് ചെയ്യുന്നു, ബഹുമാനിക്കുന്നുവെന്നും ഇത് ഡെമോക്രസിയുടെ ബ്യൂട്ടിയാണ് എന്നുമാണ് പറയുന്നത്. ജനാധിപത്യത്തിന്റെ മനോഹാരിത എന്നാണ്, ദിസ് ഈസ് ദ ബ്യൂട്ടി ഓഫ് ഡെമോക്രസി എന്ന് പറയുന്നു. അങ്ങനെ അതായത് ജനങ്ങൾ BJPയെ തെരഞ്ഞെടുത്തുവെങ്കിൽ അത് അംഗീകരിക്കുന്നു എന്നുള്ളതുമാണ് ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. 2 പാരഗ്രാഫിൽ ഒരു പാരഗ്രാഫ് UDFനെ അനുമോദിച്ചുകൊണ്ട്, രണ്ടാമത്തെ പാരഗ്രാഫ് BJPക്ക് വേണ്ടിയാണ്. അതായത് ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ വീണ്ടും ശശി തരൂർ ചർച്ചാ വിഷയമായി മാറാൻ പോകുന്നു. പ്രത്യേകിച്ച് തരൂരിന്റെ ലോക്സഭാ മണ്ഡലത്തിലാണ് BJP ഇത്തരത്തിൽ വലിയ മുന്നേറ്റം നടത്തിയത്. ആ ലോക്സഭാ മണ്ഡലത്തിലെ BJPയുടെ മുന്നേറ്റത്തെ അഭിനന്ദിക്കുകയാണ്. അതാണ് അത് എടുത്തു പറയുന്നു. അതായത് എന്റെ മണ്ഡലത്തിൽ BJP നടത്തിയ പ്രകടനത്തെ വരെ അഭിനന്ദിക്കുന്നു. അതാണ് ബ്യൂട്ടി ഓഫ് ഡെമോക്രസി എന്നാണ് ശശി തരൂർ പറഞ്ഞത്. എന്തായാലും കോൺഗ്രസിന് വീണ്ടും തലവേദനയാകുന്നുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ഈ മിന്നുന്ന വിജയം അത് വലിയ ആത്മവിശ്വാസം നൽകുമ്പോഴും തിരുവനന്തപുരത്തെ MP ശശി തരൂർ വീണ്ടും കോൺഗ്രസിന് തലവേദനയാകുന്നു. അപർണ, എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഈ പ്രതികരണം, അതായത് ശശി തരൂർ ഇനി കോൺഗ്രസ് തയ്യാറാകുമെന്ന് തോന്നുന്നില്ല. നമ്മൾ തുടങ്ങിയപ്പോഴേ പറഞ്ഞു എന്തായിരിക്കും തിരുവനന്തപുരത്തെ MP പറയുക ഇതിനകത്ത് നിന്നുള്ളതിൽ, അതിൽ യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും തലസ്ഥാനത്ത് വലിയ തോതിൽ BJP മുന്നേറ്റം നടത്തുകയും അങ്ങനെ BJP ഏതാണ്ട് ഭരണം ഉറപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണുള്ളത്. ഭരണത്തിന് വേണ്ടത് 51 സീറ്റുകളാണ് എങ്കിൽ 49 ഇപ്പോൾ NDA മുന്നിട്ട് നിൽക്കുകയോ വിജയിക്കുകയോ ചെയ്യുന്നുണ്ട്. അത് നേരത്തെ 50ലേക്ക് എത്തിയിരുന്നു. അതേസമയം LDF അവരുടെ സീറ്റ് നില 29ലേക്ക് ഉയർത്തുന്നു. അപ്പോഴാണ് BJPക്ക് വീണ്ടും ക്ഷീണമുണ്ടാകുന്നത്. കോൺഗ്രസ് ആകട്ടെ 19 ഇടത്ത് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുകയോ വിജയിക്കുകയോ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ സംഖ്യ, അതായത് 51 അടുത്തെത്തി നിൽക്കുന്ന BJP ഭരണം ഉറപ്പിച്ചു എന്ന നിലയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പ്രതികരിച്ചത് തിരുവനന്തപുരത്ത് ഞങ്ങൾ ഭരണം ഉറപ്പിക്കുന്നു എന്ന നിലയിൽ തന്നെയാണ്. അതോടൊപ്പം തന്നെ മറ്റ് BJPയുടെ സാരഥികൾ, വിജയിച്ചവർ എല്ലാവരും അത് തന്നെയാണ് പറഞ്ഞു വെച്ചത്. അതെങ്ങനെ എന്നതായിരിക്കാം ഇനി അറിയേണ്ടത്. ഈ സ്വതന്ത്രർ ഉൾപ്പെടെയുള്ളവരെ ഇനി BJPക്ക് ഒപ്പം നിർത്താൻ സാധിക്കുമോ എന്നത് അറിയേണ്ടതാണ്. എന്തായാലും ജനാധിപത്യത്തിന്റെ മനോഹാരിത എന്നാണ് തിരുവനന്തപുരത്തെ വിജയത്തെ BJP അഭിനന്ദിച്ചുകൊണ്ട് തിരുവനന്തപുരത്തെ അഭിലാഷ് പറഞ്ഞ പോലെ കോൺഗ്രസിന് അതാണ് തലവേദന. കാരണം തെക്കൻ കേരളത്തിലെ കോൺഗ്രസ് ഇടതുപക്ഷത്തെ തകർക്കാൻ കഴിഞ്ഞു. മധ്യ കേരളത്തിൽ പൂർണ്ണമായും UDF കോട്ടയാക്കി മാറ്റാൻ കഴിഞ്ഞു. ഇനി വടക്കൻ കേരളത്തിലേക്ക് പോയാലും ഇടതുമുന്നണിക്ക് വലിയ നഷ്ടം വരുത്തിക്കൊണ്ടുള്ള പ്രകടനം UDFന് കാഴ്ചവെക്കാൻ കഴിയുന്നുണ്ട്. അപ്പോഴും തിരുവനന്തപുരത്തെ നഷ്ടം വലിയ നഷ്ടമാകുന്നു. തിരുവനന്തപുരത്തെ സ്വന്തം പാർട്ടിയുടെ MPയുടെ ഈ പ്രശംസയ്ക്ക് കൂടിയായിരിക്കും ഈ വലിയ വിജയത്തിനൊപ്പം മറുപടി പറയേണ്ടതായിട്ട് വരിക. അതേ സമയത്ത് BJPയെ സംബന്ധിച്ചിടത്തോളം പൂട്ടിയ അക്കൗണ്ട് നേമത്ത് വീണ്ടും തുറക്കും എന്നുള്ള പരോക്ഷമായിട്ടുള്ള മറുപടി കൃത്യമായിട്ട് ഈ വിജയം ഉറപ്പിച്ച് നൽകുന്നുണ്ട്. തിരുവനന്തപുരത്തെ പല പ്രദേശങ്ങളും മധ്യവർഗം, യുവ വോട്ടർമാർ അടക്കം തങ്ങൾക്കൊപ്പം നിൽക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ 2026 മിഷൻ എന്നുള്ള അമിത്ഷാ കേരളത്തിൽ വന്ന് പറഞ്ഞ ആ വാക്ക് നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ട് ആദ്യഘട്ടങ്ങൾ അതിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. നഗര
കേന്ദ്രങ്ങളിലൂടെ തിരുവനന്തപുരം പിടിച്ചുകൊണ്ട് കൊല്ലത്തും പ്രാതിനിധ്യം ഉണ്ടാക്കിക്കൊണ്ട് കൊച്ചിയിലേക്ക് കടക്കുമ്പോൾ അവിടെ പ്രാതിനിധ്യം ഉണ്ടാക്കിക്കൊണ്ട് അങ്ങനെ പാലക്കാട് പോലും വലിയൊരു തിരിച്ചടി ഉണ്ടാകുമെന്ന് വിചാരിച്ച പാലക്കാടും നഗരസഭ നിലനിർത്താൻ കഴിഞ്ഞുകൊണ്ടാണ് NDA മുന്നോട്ട് പോകുന്നത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ശതമാനത്തിൽ കാര്യമായ വർധനവുണ്ടാകുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരത്തെ ന്യൂസ് 18നോട് തന്നെ പ്രതികരിച്ചതാണ്. ഇനി നമുക്കറിയേണ്ടത് BJPയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം വോട്ട് വർദ്ധിപ്പിക്കാൻ സാധിച്ചു എന്നതാണ്. ഒരുപക്ഷെ അന്തിമ ഫലത്തിലേക്ക് എത്തുമ്പോൾ മാത്രമായിരിക്കും അതിന്റെ ഔദ്യോഗികമായ കണക്കുകൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ സാധിക്കുക. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, 2020 തദ്ദേശ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ BJPക്ക് അവരുടെ വോട്ട് നിലയിൽ കാര്യമായ പുരോഗതി ഉണ്ടാക്കാൻ സാധിച്ചു എന്ന് മാത്രവുമല്ല, കേരളം ഉറ്റുനോക്കുന്ന തിരുവനന്തപുരത്തെ കോർപ്പറേഷനിൽ വലിയ മുന്നേറ്റം നടത്താൻ BJPക്ക് സാധിച്ചു. അതാകട്ടെ ഭരണത്തിന് തൊട്ടടുത്ത് എത്തുന്ന നിലയിലേക്ക്. മാത്രവുമല്ല കോഴിക്കോടും BJPയുടെ അപ്രതീക്ഷിതമായ മുന്നേറ്റങ്ങൾ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 6 കോർപ്പറേഷനുകൾ ഉൾപ്പെടെ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് നേരിടുന്നത് എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. കോർപ്പറേഷനുകൾ 5 കോർപ്പറേഷനുകൾ ആയിരുന്നു 2020 ഇടതുമുന്നണിയുടെ ഭാഗമായിരുന്നത് എങ്കിൽ ഇപ്പോൾ അതായത് അന്തിമ ഫലത്തിലേക്ക് അടുക്കുമ്പോൾ കേവലം ഒരേ ഒരു കോർപ്പറേഷൻ മാത്രമാണ് പ്രതീക്ഷ നൽകുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. അത് കോഴിക്കോടാണ്. പക്ഷേ അവിടെയും ഇഞ്ചോടിഞ്ച് തന്നെയാണ് പോരാട്ടം നടക്കുന്നത് എന്നുള്ളതാണ്. തിരുവനന്തപുരത്തെ കണക്കിലേക്ക് വരുമ്പോഴാണ് വലിയ നഷ്ടം ഇടതുപക്ഷത്തിന് സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോൾ 29 മാത്രമാണ് വിജയിച്ചു നിൽക്കാൻ സാധിക്കുന്നത്. കൊല്ലത്ത് അട്ടിമറി സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കൊല്ലത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വലിയ മുന്നേറ്റം ഉണ്ടാകും കോൺഗ്രസിന് എന്ന് പ്രാദേശിക നേതാക്കൾ വിലയിരുത്തിയിരുന്നുവെങ്കിലും ഇപ്പോഴിതാ അതിനെ ശരിവെക്കുന്ന തരത്തിൽ കൊല്ലത്ത് UDFന്റെ പടയോട്ടമാണ് കാണാൻ സാധിക്കുന്നത്. കണ്ണൂർ ഇത്തവണയും UDF നിലനിർത്തുന്നു. 36 ഡിവിഷനുകളിൽ ആണ് UDF വിജയക്കൊടി പാറിച്ചിട്ടുള്ളത്. അങ്ങനെ കൊച്ചിയും തൃശ്ശൂരും നേരത്തെ തന്നെ ഉറപ്പിച്ച UDFന് വലിയ ആത്മവിശ്വാസം നൽകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ്. അതാണ് കെ മുരളീധരനെ പോലെയുള്ള നേതാക്കൾ ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്ന UDFന്റെ വലിയ തരംഗത്തിന്റെ സൂചനയാണ് എന്ന വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത്. 400 സീറ്റുകളിൽ അധികം 400 പഞ്ചായത്തുകളിൽ അധികം നേടുമെന്ന് അവകാശപ്പെട്ടിരുന്ന UDF ഇപ്പോഴിതാ 471 പഞ്ചായത്തുകളിൽ മുന്നിട്ട് നിൽക്കുന്നു എന്നതാണ്. UDF 471 സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുമ്പോൾ മറുഭാഗത്ത് LDF 380ലേക്ക് ചുരുങ്ങി എന്നതാണ്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ദൃശ്യങ്ങൾ കൊച്ചിയിൽ നിന്ന് ഉള്ളതാണ്. ഹൈബി ഈഡൻ ഉൾപ്പെടെയുള്ളവർ, മുഹമ്മദ് ഷിയാസ് ഉൾപ്പെടെയുള്ളവരെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു. കൊച്ചി തിരിച്ചു പിടിച്ചു എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ്. വിമതരുടെ വിഷയങ്ങൾ വലിയ വിഷയമായേക്കും എന്നുള്ള ആശങ്ക കോൺഗ്രസിനുണ്ടായിരുന്നു. മുഹമ്മദ് ഷിയാസിനെതിരെയൊക്കെ ഉയർന്ന ചില ശബ്ദങ്ങളൊക്കെ, പക്ഷേ അതൊന്നും ഉണ്ടായില്ല. അത് മറികടക്കാൻ UDFന് കഴിഞ്ഞു. LDFിൽ നിന്ന് കൊച്ചി കോർപ്പറേഷൻ തിരികെ പിടിക്കാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ 2020 പോലുള്ള പ്രാദേശിക പാർട്ടികളെ കൂടി മറികടന്നുകൊണ്ടുള്ള ഒരു നേട്ടത്തിലേക്ക് കൊച്ചി UDFന് തിളക്കമാർന്ന ഒരു വിജയം കൊച്ചി കോർപ്പറേഷൻ നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് വികസനമാണ് എറണാകുളത്ത് പ്രചാരണത്തിന് ഇടതുപക്ഷം മുന്നോട്ട് വെച്ചത്. വ്യവസായ വകുപ്പ് മന്ത്രി P. രാജീവ് വികസനം എന്നുള്ളൊരു വാക്ക് എടുത്തു പറഞ്ഞുകൊണ്ടാണ്. അത് യുവാക്കളുടെ കോട്ട, IT മേഖലയിലുള്ളവരുടെ കോട്ട, അങ്ങനെ ആ യുവ തലമുറയെ ആകർഷിക്കുന്നതിന് അല്ലെങ്കിൽ സ്വാധീനിക്കുന്നതിന് വികസനം തന്നെയാണ് എന്ന് എല്ലാ രാഷ്ട്രീയ മുന്നണികളും ഒരേപോലെ വിചാരിച്ചപ്പോൾ വികസനം വോട്ടാകുമെന്നുള്ള LDFന്റെ പ്രതീക്ഷ തന്നെ തകർന്നു പോയിരിക്കുന്നു കൊച്ചി കോർപ്പറേഷനിൽ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം സമസ്ത മേഖലകളിലും ആധിപത്യം പുലർത്തിയിരുന്നത് നമുക്കറിയാം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടത് കോട്ടകൾ നിലനിർത്തി എന്നതിനപ്പുറത്ത് UDFന്റെ വോട്ടുകൾ വ്യാപകമായി ഇടതുമുന്നണിയിലേക്ക് ഒഴുകി എന്നതായിരുന്നു ആ നേട്ടത്തിന് കാരണം. അത് നഗര കേന്ദ്രീകൃതമാകുന്ന വോട്ടുകൾ, അതായത് UDF പ്രതീക്ഷ പുലർത്തുന്ന നഗര കേന്ദ്രീകൃതമാകുന്ന വോട്ടുകൾ ഉൾപ്പെടെ ഇടതുപക്ഷത്തിന് ലഭിച്ചു എന്നുള്ളതായിരുന്നു. അത് തിരിച്ചു പിടിക്കാൻ ഇത്തവണ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലൂടെ സാധിക്കുന്നു എന്നതാണ് UDFന് വലിയ ആത്മവിശ്വാസം നൽകുന്നത്. സമസ്ത മേഖലകളിലും ഈ തെരഞ്ഞെടുപ്പിൽ UDFന്റെ ഒരു തേരോട്ടം പ്രകടമാകുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ കാണുന്നത് വിവിധ മേഖലകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ആണ്. ഇടതുമുന്നണിയുടെയും വലതുമുന്നണിയുടെയും NDAയുടെയും വിജയാഘോഷത്തിന്റെ ദൃശ്യങ്ങളടക്കം പ്രേക്ഷകർക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം പ്രിയ പ്രേക്ഷകരെ ഓർമ്മപ്പെടുത്തുന്നത്, ഞങ്ങളുടെ സ്ക്രീനിന്റെ മുകൾ ഭാഗത്തായി കാണുന്നത് കോർപ്പറേഷനുകളിലെ മുന്നണികളുടെ
മേൽക്കൈ സംബന്ധിച്ച ഡേറ്റകളാണ്. അവിടെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 4 കോർപ്പറേഷനുകളിലും ഇപ്പോൾ